ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല നേന്ത്രപ്പഴവും തേങ്ങയൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് പുഴുങ്ങിയിട്ടുള്ള പഴമാണ്, നേന്ത്രപ്പഴം. എല്ലാ പഴത്തിന്റെയും തൊലിയൊക്കെ ഇതുപോലെ എടുത്ത് മാറ്റണം. എന്നിട്ട് നേന്ത്രപ്പഴത്തിന്റെ ഉള്ളിൽ ഒരു നാരുണ്ടാവില്ലേ, അതുകൂടി നമുക്കിത് എടുത്ത് മാറ്റാനുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെ പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ ആ നാര് മുഴുവൻ നമുക്ക് എടുത്തു മാറ്റാം. ഒരുപാട് പഴുത്ത പഴം എടുക്കുന്നതിനേക്കാളും നല്ലത് ഒരു മീഡിയം പഴുപ്പായിട്ടുള്ള പഴം എടുക്കുന്നതാണ്. അപ്പൊ അതാവുമ്പോൾ വേവിച്ച് കഴിയുമ്പോൾ കുറച്ച് ബലമൊക്കെ ഉണ്ടാവും. ഇതുപോലെ എല്ലാത്തിൻ്റെയും നാരൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം ഇതിലേക്ക് ഏകദേശം ഒരു സ്പൂണോളം കറുത്ത എള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് വറുക്കാത്ത റവയാണ്. ഇതൊരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഫില്ല് ചെയ്യാനുള്ള തേങ്ങയുടെ ഫില്ലിങ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ടതിന് ശേഷം അതിലേക്കൊരു കുറച്ച് ബദാം ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഏത് ഡ്രൈ ഫ്രൂട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതേ നെയ്യിലേക്ക് തന്നെ ഒരു കപ്പോളം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ തേങ്ങ ഈ നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങോട്ട് വറുത്തെടുക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടായിട്ട് ഈ തേങ്ങയിലേക്ക് ഒന്ന് പിടിക്കട്ടെ. അതുവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരി, അതുപോലെ വറുത്തെടുത്ത ബദാം ചെറുതായിട്ട് നുറുക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കാഷ്യൂ വേണമെങ്കിൽ ഈ സമയത്ത് എള്ളോ അങ്ങനെ എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ബദാം മാത്രമാണ് ചേർക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പഴത്തിന്റെ മിക്സ് ഒരു ഉരുള എടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഒന്ന് പരത്തി കൊടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ കുറച്ച് പതിയെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അതാ ഇതുപോലെ പൊട്ടാതെ പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് ഒരു സ്പൂണോളം ഇതിന്റെ നടുക്കിൽ വെച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കണം. ബോൾസിന്റെ ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഏത് ഷേപ്പ് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഞാനിവിടെ ബോൾസിന്റെ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ സൈഡൊന്നും പൊട്ടാതെ ഇത് നന്നായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഇതുപോലെ എല്ലാതും നമുക്ക് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കണം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഡീപ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ഷാലോ ഫ്രൈ ചെയ്താൽ മതി. അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ ബോൾസ് ഒക്കെ ഇതിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഞാൻ ഗ്യാസ് വെച്ചിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിലായാൽ പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓരോ സൈഡായിട്ട് പതിയെ പതിയെ ഇത് മൊരിയിച്ചെടുക്കണം. ഓരോ സൈഡ് മൊരിയുന്നതിനനുസരിച്ച് പതുക്കെ വളരെ ശ്രദ്ധിച്ച് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തിരിച്ചു മറിച്ചിടുമ്പോൾ ഇത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതാ പതുക്കെ ഓരോ സൈഡ് കളർ മാറി വരുന്നതിനനുസരിച്ചിട്ട് എല്ലാ സൈഡും നമുക്ക് മൊരിയിച്ചെടുക്കണം. അപ്പൊ അതാ ഇതുപോലെ ഉണ്ടാവും. എല്ലാ സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇത് പൊരിച്ചെടുക്കുന്ന സമയത്താണ് നല്ലോണം ശ്രദ്ധിക്കേണ്ടത്.
അല്ലെങ്കിൽ നമ്മൾ ഉരുട്ടിയെടുത്തൊക്കെ വെറുതെ ആയി പോവും. അതാ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അധികം എണ്ണയൊന്നും കുടിക്കാത്ത ഒരു സ്നാക്കാണ് കേട്ടോ. അതുപോലെ തന്നെ നേന്ത്രപ്പഴമൊക്കെ ഉപയോഗിച്ച കാരണം, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉപയോഗിച്ച കാരണം അത്യാവശ്യം ഹെൽത്തി ആണ്. പിന്നെ നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.